ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വരുന്നു. പക്ഷേ നിങ്ങൾ 10-50 വ്യൂസ് മാത്രമുള്ള ഈ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതിക്ക് ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളിതൊന്ന് അറ്റൻറ്റീവായിട്ട് കാണാം. തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. അതിൽ ആദ്യം ചെറിയ ലെവലിലും നമ്മൾ വളരെ ഹൈ ലെവലിലേക്കും മാറും. ഇത് നീറ്റ് ബേസുള്ള കുട്ടികൾക്കും JEE ബേസുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന കാര്യമാണ്. ഞാൻ നീറ്റിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായി കാറ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ JEE കുട്ടികൾക്കും ഒരു പരിധി വരെ ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. JEE പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ സർദാന, സെങ്കേജ്, ആശിഷ് അറോറ, VC പാണ്ഡെ, HC വർമ്മ, ഇനി അതുമല്ല JEE നീറ്റും എല്ലാത്ത പുസ്തകങ്ങളായും ക്രിസ്റ്റി കാനഡ ക്രെയിന്, അതേപോലെ യൂണിവേഴ്സിറ്റി ഫിസിക്സ്, അങ്ങനത്തെ എല്ലാ ജിയാൻ കൊള്ളി, അങ്ങനത്തെ എല്ലാ പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് JEE ഒരു പരിധി വരെ ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. നീറ്റുകാർക്ക് ഒന്നും നോക്കണ്ട, നേരെ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മളൊന്ന് നോക്കുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇവിടെ വെലോസിറ്റി y ആക്സിൽ, ടൈം x ആക്സിൽ, t1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റി u ആണ്, t2 സെക്കൻഡ് ആവുന്നുള്ള വെലോസിറ്റി v ആണ്. ഫസ്റ്റ് ഒരു ചോദ്യം എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ദിസ്? ഇത് എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ്? അപ്പോൾ നിങ്ങൾ ലെക്ചർ 1 കണ്ടവർക്ക് അറിയാം, ലെക്ചർ 1 കാണാത്തവരുണ്ടാവും. അവരെന്താക്കാം, ഈ പ്ലേലിസ്റ്റിൽ പോവാം. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലെക്ചർ 1 കിട്ടും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മോഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷനാണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷനാണ് അല്ലേ? ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. സാർ അതെന്താ സാർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയാൻ കാരണം? എടാ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആകുമ്പോൾ സ്ലോപ്പ്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് മാറില്ല. ഏത് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഈ പോയിന്റിലുള്ള സ്ലോപ്പ് തന്നെയാണ് ഈ പോയിന്റിലുള്ളത്, അതേ സ്ലോപ്പ് തന്നെയാണ് ഈ പോയിന്റിലുള്ളത്. എല്ലാ സ്ഥലത്തും ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് സ്ലോപ്പായി മാറുന്നത്. അപ്പം ഇവിടെ എല്ലാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള മോഷൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താ പറയാം? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അല്ലെങ്കിൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണുള്ളത്. അതായത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ മാറി കളിക്കുന്നില്ല. ഏതൊരു പോയിന്റ് ആക്സിലറേഷൻ 5 ആണെങ്കിൽ മോഷൻ മൊത്തം 5 ആണ്, 6 ആണെങ്കിൽ മോഷൻ മൊത്തം 6 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോഷൻ. ഈ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇത് എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. സാർ ഏരിയ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഏരിയ നോക്കിയാൽ പോരെ, അതാണ് എന്ത് വരാം? ഡിസ്പ്ലേസ്മെന്റ് വരാം. അപ്പൊ ഈ ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഏരിയ എത്ര വരാം? ഇവിടെ നമ്മൾ രണ്ട് ഷേപ്സ് ആണ്. ഒന്ന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, മറ്റൊന്ന് ഒരു റെക്റ്റാംഗിൾ ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ ലെങ്ത് എത്രയാണ്? T2 മൈനസ് T1, അല്ലെങ്കിൽ എന്ത് പറയാം? ഡെൽറ്റ ടി. ഈ റെക്റ്റാംഗിളിന്റെ ഈ ലെങ്ത് ഡെൽറ്റ ടി. റെക്റ്റാംഗിളിന്റെ ഈ ലെങ്ത് എത്രയാവും? U ആവും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ ലെങ്ത് എത്രയാവും? V മൈനസ് U ആവും. ഇത് V മൈനസ് U, അല്ലെങ്കിൽ എന്ത് പറയും? ഡെൽറ്റ V എന്ന് പറയും. ഞാൻ ഡെൽറ്റ V എന്ന് പറയാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ ഏരിയ കാണാലോ. ഈ ഏരിയ എത്രയുണ്ടാവാം? ഈ ഏരിയ ഉണ്ടാവാം ഹാഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ V. ഈ ഏരിയ എത്ര ഉണ്ടാവാം? U ഡെൽറ്റ ടി അല്ലേ? U ഡെൽറ്റ ടിയും ഹാഫ് ഇൻറ്റു V ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡെൽറ്റ V ഇൻറ്റു ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ രണ്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റും? U ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ V. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ എന്താണ്? V മൈനസ് U. ഡെൽറ്റ V ഇതിന് പറഞ്ഞാൽ V മൈനസ് U എന്ന് എഴുതാണ്, കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് V മൈനസ് U എന്ന് എഴുതാണ്. അപ്പോൾ നമുക്ക് U ഡെൽറ്റ ടി പ്ലസ് V മൈനസ് U ഡെൽറ്റ ടി ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? U ഡെൽറ്റ ടി പ്ലസ് V ഡെൽറ്റ ടി ബൈ 2 മൈനസ് U ഡെൽറ്റ ടി ബൈ 2. അതായത് ഇതെന്താവും? U ഡെൽറ്റ ടി മൈനസ് U ഡെൽറ്റ ടി ബൈ 2 എന്താവും? U ഡെൽറ്റ ടി ബൈ 2 ആവും. അത് പ്ലസ് V ഡെൽറ്റ ടി ബൈ 2 എന്താവും? U പ്ലസ് V ഇൻറ്റു ഡെൽറ്റ ടി ബൈ 2. ഇതാണ്
ഡിസ്പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ആവറേജ് ആക്സലറേഷൻ. ആവറേജ് ആക്സലറേഷൻ എത്രയാണെന്നാണ് മൂന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തേതായിട്ട് നമുക്ക് ആവറേജ് ആക്സലറേഷൻ കാണാം. ആവറേജ് ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് എത്രയുള്ളത്? u പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടു. സോ ഇവിടെ നമ്മൾ u പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടു മൾട്ടിപ്ലൈഡ് ബൈ താഴെ ആരുടെ ഡെൽറ്റ ടി ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് എന്തായി? u പ്ലസ് വി ബൈ ടു ആയി. ആര്? ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്തായി? u പ്ലസ് വി ബൈ ടു ആയി. സാർ ഇത് എപ്പോഴും അപ്ലിക്കബിൾ ആണോ? എപ്പോഴും അപ്ലിക്കബിൾ ആണ്? അല്ല. എപ്പോഴും അപ്ലിക്കബിൾ? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മോഷൻ ആണെങ്കിൽ. എപ്പോഴും ആക്സിലറേഷന്റെ വാല്യൂ സെയിം ആണെങ്കിൽ, മോഷനിൽ ഉടനീളം ആക്സിലറേഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന്റെ ആവറേജ് ആക്സിലറേഷൻ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2 അല്ലേ? t1 സെക്കൻഡിലെ വെലോസിറ്റി പ്ലസ് t2 സെക്കൻഡിലെ വെലോസിറ്റി ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇതെന്ത് പഠിച്ചു വെക്കാം. അപ്പോൾ ഞാൻ ആവറേജ് വെലോസിറ്റി u പ്ലസ് വി ബൈ 2 എന്നാണ് എഴുതുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് എന്താവും? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസിക്കൽ u പ്ലസ് വി ബൈ 2. അങ്ങനെ ഡെൽറ്റ എക്സ് എന്താവും? u പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ 2. ഈ കാര്യം ഒന്ന് അറിഞ്ഞു വെക്കണം. ഇത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ഉപയോഗപ്പെടും. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കും. 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണ് പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മുടെ കാര്യം കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ടോട്ടൽ 6 ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ആദ്യം നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം പഠിക്കും. അത് മനസ്സിലാക്കാനുള്ള പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം സാധാരണയായി ചോദിച്ചു വരുന്ന പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം കുറച്ചുകൂടി അഡ്വാൻസിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വേറെ വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഒരു ലെവൽ കൂട്ടി മെല്ലെ കൂട്ടി വരും. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് മോഷനെ സത്യം പറഞ്ഞാൽ 3 തരംതിരിക്കാം. ഏത് മോഷനെ നമുക്ക് 3 തരംതിരിക്കാം. ഒന്നാമതായിട്ട് ആക്സിലറേഷൻ 0 ആയിട്ടുള്ള മോഷൻ, രണ്ടാമതായിട്ട് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ, മൂന്നാമതായിട്ട് ആക്സിലറേഷൻ മാറിക്കൊണ്ട് നിൽക്കുന്ന മോഷൻ. ആ 3 മോഷനാണ് ഇതാക്കിയത്. ഇങ്ങനത്തെ മോഷനേ ഉള്ളൂ. എന്താണ്? നോൺ ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോംലി ആക്സിലറേറ്റഡ് അതായത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ. മൂന്നാമതാണ് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അതായത് ആക്സിലറേഷൻ മാറിക്കൊണ്ടിരിക്കുക. സാർ അങ്ങനെ ആക്സിലറേഷൻ മാറാം? ആക്സിലറേഷന് ഓരോ പൊസിഷൻ അനുസരിച്ച് മാറിക്കൂടെ? ആക്സിലറേഷൻ ടൈം മാറിക്കൂടെ? അങ്ങനെയുള്ള മോഷൻ നമ്മൾ എന്ത് പറയാം? യൂണിഫോംലി നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഉദാഹരണത്തിന് എ ടി ക്യൂബ്, എ ടി സ്ക്വയർ, എ എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 1 ആകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? 1 ക്യൂബ്. എക്സ് 2 ആകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? 2 ക്യൂബ്, 8 ആയി മാറി. എക്സ് 3 ആകുമ്പോൾ 3 ക്യൂബ്, 27 ആയി. അപ്പോൾ ഓരോ പൊസിഷൻ അനുസരിച്ച് ആക്സിലറേഷൻ മാറാം. അതെന്താണ്? നോൺ യൂണിഫോംലി ആക്സിലറേഷൻ മോഷനാണ്. അതേപോലെ എ ടി സ്ക്വയർ എന്താണ്? t1 ആകുമ്പോൾ ആക്സിലറേഷൻ 1 സ്ക്വയർഡ്, t2 ആകുമ്പോൾ ആക്സിലറേഷൻ 2 സ്ക്വയർഡ്. ടൈം അനുസരിച്ച് ആക്സിലറേഷൻ മാറണം. അപ്പോൾ ഇതെന്താണ്? നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ആകെ പഠിക്കാനുള്ളത് എന്ത് മോഷനാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുന്ന സമയത്തുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ആക്സിലറേഷൻ ഇല്ലാത്ത കേസ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതിലും എന്താണ്? ആക്സിലറേഷൻ ഇല്ലാത്ത കേസ്, ആക്സിലറേഷൻ 0 ആവുന്ന കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഈസിക്കൽ വെലോസിറ്റി ഇൻറ്റു ടൈം അങ്ങനെയൊക്കെ പഠിച്ചില്ലേ. ഇനി പഠിക്കാൻ പോകുന്നതാണ് ആക്സിലറേഷൻ ഉണ്ട്, പക്ഷെ അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ല. അങ്ങനത്തെ മാത്രമേ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് നീറ്റ് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് v ഈസ് ഈക്വൽ ടു u പ്ലസ് എ ഡെൽറ്റ ടി എന്നാണ്. അപ്പം ഇവിടെ എന്താണ് v, എന്താണ് u എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് t1 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ് ആണ് വിചാരിക്കുക. എന്താണ് പറയുന്നത്? t1 സെക്കൻഡ് ആവുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്താണ്? u മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഞാൻ സ്പീഡിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സമയം ഇങ്ങനെ ഇവിടെ 0 സെക്കൻഡ് സമയം ഇവിടെ ഒരു 10 സെക്കൻഡ് ആയിട്ട് 10 സെക്കൻഡ് ആകുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? അത് t1 സെക്കൻഡ് അതിന്റെ വെലോസിറ്റി u എന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോയി, ഇതൊരു 15 സെക്കൻഡ് ആയി. 15 സെക്കൻഡ് ആകുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ്? v ആണെന്ന് വിചാരിക്കും. അതായത് t2 സെക്കൻഡ് അതിന്റെ വെലോസിറ്റി v. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. t1 സെക്കൻഡ്, t2 സെക്കൻഡ്. അപ്പോൾ t1 സെക്കൻഡ് വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ്, t2 സെക്കൻഡ് വെലോസിറ്റി v മീറ്റർ പെർ സെക്കൻഡ്.
ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി. അപ്പോൾ ഇനി ഞാനിത് ഡിറൈവ് ചെയ്ത് കാണിക്കുകയാണ്. ആദ്യം നമ്മൾ അതിനെ ആൽജിബ്രായിക് ഡെറിവേഷൻ കാണിക്കും, അതിനുശേഷം നമ്മൾ അതിന്റെ ജിയോമെട്രിക് ഡെറിവേഷൻ കാണിക്കും. ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആൽജിബ്രായിക് ഡെറിവേഷൻ നോക്കാം. ആൽജിബ്രായിക് ഡെറിവേഷൻ നോക്കാം. എടാ, ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്സിലറേഷൻ എന്തിന് ഈക്വൽ ആവും? ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ആവും. എടാ, നമുക്ക് അറിയണമല്ലേ, നമ്മൾ ഇതിന് മുമ്പുള്ള ലെക്ചറിൽ പഠിച്ചതാണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അപ്പം അതേപോലെ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. അതിൽ നിന്നും നമുക്ക് ഡെൽറ്റ വി എന്ന് എന്താക്കി കിട്ടും? എ ഡെൽറ്റ ടി എന്ന് കിട്ടും. ആരാണ് ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഫിസിക്കൽ വെലോസിറ്റി, അതിനുശേഷം യു ഉള്ള വെലോസിറ്റി എത്രയാണ്? അതാണ് ചേഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ഡെൽറ്റ ടി. അതിൽ നിന്നും വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഫ് ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യും? ഇവിടെ ആക്സിലറേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആക്സിലറേഷൻ വൈ ആക്സിസിലുണ്ട്. ഇവിടെ ടൈം ഉണ്ടെന്ന് വിചാരിക്കാം. ടൈം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും വരാം? ഹോറിസോണ്ടൽ ആയിട്ടാണ് വരാം, വെർട്ടിക്കൽ ആയിട്ടാണ് വരാം, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിട്ടാണ് വരാം. ഹോറിസോണ്ടൽ ആയിട്ടാണ് വരാം. കാരണം എന്താണ്? ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സമയം മാറുന്നതനുസരിച്ച് ആക്സിലറേഷൻ മാറുന്നില്ല. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരാം. ഇനി പറഞ്ഞേ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ ആരാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിന്റെ താഴെയുള്ള ഈ ഏരിയ ആരാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെയുള്ള ആക്സിലറേഷൻ എ ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള ടൈം t1 സെക്കൻഡ്, ഇവിടെയുള്ള ടൈം t2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ത് വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി ആവും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇതിന്റെ ഏരിയ എത്രയാണ്? എ ഇൻറ്റു ഡെൽറ്റ ടി. എ ഡെൽറ്റ ടി വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഡെൽറ്റ വി ഈസിക്കൽ എ ഡെൽറ്റ ടി എന്ന് നിങ്ങൾക്ക് അറിയാലോ. വി എന്താവും? യു പ്ലസ് എ ഡെൽറ്റ ടി ആവും. വെലോസിറ്റി ഈസിക്കൽ യു പ്ലസ് എ ഡെൽറ്റ ടി. രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അറ്റ് റെസ്റ്റ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0. റെസ്റ്റിലാണെങ്കിൽ അത് വെലോസിറ്റി എന്താവും? 0 ആവും. എന്താ സാർ ഉദ്ദേശിച്ചത്? ഇപ്പോൾ നമ്മളോട് പറയാണ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ യു എന്താവും? 0 ആവും. മനസ്സിലായില്ലേ? ഇനി അതേപോലെ പറയാണ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി. സ്റ്റോപ്പാവാന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലേക്ക് വന്നു. റെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ വെലോസിറ്റി എന്താവും? 0. അതായത് വി എന്താവും? 0. ക്ലിയർ അല്ലേ? ഇനി ചില സമയത്ത് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ് എന്നുണ്ടാവും. അപ്പോൾ സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള t1 എന്താവും? 0 ആവും. കാരണം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ t1 എന്താവും? 0 ആവും. അതിൻ്റെ യു എന്താവും? സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ യു എന്താവും? 0. ഇനീഷ്യൽ ഇത് യു 0 ആവും, t1 0 ആവും. ആ സമയത്ത് ഈ യുവിലെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് വിളിക്കാം. പക്ഷെ ജനറൽ ഇക്വേഷൻ എന്താണ്? വി ഈസിക്കൽ യു പ്ലസ് എ ഡെൽറ്റ ടി. യു എന്ന് പറഞ്ഞാൽ t1 സെക്കൻഡിലെ വെലോസിറ്റിയാണ്, വി എന്ന് പറഞ്ഞാൽ t2 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ബേജാറാവേണ്ട, നമ്മൾ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് ഹാഫ് എ ഡെൽറ്റ ടി സ്ക്വയർ എന്നാണ്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ x1 പൊസിഷൻ ആവുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ സമയം t1 സെക്കൻഡ് ആണ്. t2 സെക്കൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് മുമ്പോട്ട് നീങ്ങി x2 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തി. ഇവിടെ ആക്സലറേഷൻ ഈ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? യു ഡെൽറ്റ ടി പ്ലസ് ഹാഫ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ്
എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു. ഈ എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു എങ്ങനെയാണ് വന്നത്? ആക്സിലറേഷൻ വന്നുകൊണ്ടാണ് വന്നത്. മനസ്സിലായില്ല. എടാ നമ്മള് ആക്സിലറേഷൻ 0 ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്താ പഠിച്ചത്? വെലോസിറ്റി ഇൻടു ടൈം. ആക്സിലറേഷൻ 0 ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെലോസിറ്റി ഇൻടു ടൈം. ഈ ഇക്വേഷൻ ഈ ഭാഗം പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? വെലോസിറ്റി ഇൻടു ടൈം തന്നെയായി. പക്ഷേ ഇത് ആക്സിലറേഷൻ ഇങ്ങോട്ടുള്ളതുകൊണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പുഷ് ഉള്ളത് കൊണ്ട് ഇത് കൂടുതൽ ദൂരം സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന ദൂരത്തിലാണ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു. ആക്സിലറേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു, കാരണം ആക്സിലറേഷൻ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് എ ഡെൽറ്റ ടി സ്ക്വയർ നിങ്ങൾ എപ്പോഴും പറയാം. ഈ ആക്സിലറേഷൻ 0 ആവുന്ന സമയത്ത് ഇത് ഇക്വേഷൻ എന്താവും? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ എക്സിന് വെലോസിറ്റി ടൈം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി നോക്കാം ഇത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആൾജിബ്രായിക് ഡെറിവേഷൻ നോക്കാം. നമ്മൾ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് നമ്മൾ പഠിച്ചത്? യു പ്ലസ് വി ബൈ ടു. ആവറേജ് വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി യു പ്ലസ് വി ബൈ ടു എന്ന് പറയാലോ? പറയാം സാർ, പറയാം. അങ്ങനെയാണ് ഡെൽറ്റ എക്സ് ഇങ്ങനെ പറഞ്ഞൂടെ? യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടു എന്ന് പറഞ്ഞൂടെ? പറയാം സാർ, പറയാം. ഇല്ലേ? എടാ ഡെൽറ്റ ടി ഇങ്ങോട്ട് എടുത്തടാ, സിമ്പിള്. അങ്ങനെയാണെങ്കിൽ സാറേ നമ്മൾ പഠിച്ചില്ലേ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി ആണെന്ന്? അപ്പൊ ഈ വീക്ക് വരെ നമുക്ക് അത് ഇട്ടെടുത്തൂടെ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എടാ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി. അങ്ങനെയാണ് ഇത് എന്തായി? യു പ്ലസ് എ ഡെൽറ്റ ടി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ടു. ഈ വീക്ക് വരെ യു പ്ലസ് എ ഡെൽറ്റ ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നോക്കിയേ, ഈ ഇക്വേഷൻ എന്തായി മാറും? ഇവിടെ ഡെൽറ്റ എക്സ് വിൽ ബി ഈക്വൽ ടു, ഇതിന്റെ പെണ്ണൊന്ന് മാറ്റിക്കട്ടെ. ഈ ഇക്വേഷൻ എന്താവും? ഇവിടെ നോക്കുന്ന സമയത്ത് യു ഡെൽറ്റ ടി പ്ലസ് യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ഡിവൈഡ് ബൈ ടു. ഇതെന്താവും? 2u ഡെൽറ്റ ടി ബൈ ടു. 2u ഡെൽറ്റ ടി ബൈ ടു എത്രയായി? യു ഡെൽറ്റ ടി ആയി. പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു എന്തായി? വെറും എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു ആയി. ഇക്വേഷൻ എന്തായി? ഡെൽറ്റ എക്സ് ഇസ് യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ ടു. നമ്മൾ എന്താ പറയുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് യു പ്ലസ് വി ഡെൽറ്റ ടി ബൈ ടു ആണ്. അപ്പൊ അതിൽ നിന്നും വി സി യു പ്ലസ് എ ഡെൽറ്റ നേരത്തെ പഠിച്ച സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും യുവും തമ്മിലുള്ള റിലേഷൻ കിട്ടി അല്ലേ? വിക്ക് പകരം യു, ഇവിടെയുള്ള വിന് പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു പ്ലസ് എ ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ യുവിനെ മാത്രം ഉള്ള വി ഒഴിവാക്കിയുള്ള ഇക്വേഷൻ കിട്ടി. ഏതാണ്? യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ ടു. മൂന്നാമത്തെ ഇക്വേഷൻ ആണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡെൽറ്റ എക്സ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് യു എന്ന് പറഞ്ഞത്? x1 പൊസിഷനിലുള്ള വെലോസിറ്റി ആണ് യു മീറ്റർ പെർ സെക്കൻഡ്. x2 പൊസിഷനിലുള്ള വെലോസിറ്റി ആണ് വി മീറ്റർ പെർ സെക്കൻഡ്. അപ്പം യു മീറ്റർ പെർ സെക്കൻഡ് വി മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന സമയത്ത് ആക്സിലറേഷൻ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ വെലോസിറ്റി കൂട്ടാണ് ചെയ്തത്. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും. 10നേക്കാളും കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാവാം, കാരണം ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ടു എ ഡെൽറ്റ എക്സ് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് പഠിക്കാം. എടാ നമ്മൾ പഠിച്ചില്ലേ, ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവുന്ന സമയത്ത് ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് വി ബൈ ടു ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവുന്ന സമയത്ത് അപ്പൊ ഈ ആവറേജ് വെലോസിറ്റി പകരം ഞാൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ചെയ്താലോ? സാർ തന്നെയാണ് ലാസ്റ്റ് പ്രാവശ്യം ചെയ്തത്, അത് തന്നെ ചെയ്തത്. ഇപ്പൊ ഒന്നും കൂടി ചെയ്യുന്നുള്ളൂ. ഈ ഡെൽറ്റ ടി ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത്, അപ്പൊ എന്താവും? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടു എന്നായില്ലേ? ആയി. സാർ നേരത്തെ ചെയ്ത് തന്നെയാണ് ഇപ്പൊ ചെയ്യണത്. സാറിന് വട്ടായോ? ഇല്ല, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഈ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി എന്നറിയാം. അതുകൊണ്ട് ഈ വിക്ക് പകരം നമ്മൾ യു പ്ലസ് എ ഡെൽറ്റ ടി ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വി മാറ്റുന്നില്ല, പകരം നമ്മൾ ഈ ഡെൽറ്റ ടി മാറ്റാണ്. സാർ ഞാൻ ഡെൽറ്റ ടി മാറ്റാം, സാർ വട്ടായോ? ഇല്ല, നോക്ക്, വി ഇസിക്കൽ എന്തായി? യു പ്ലസ് എ ഡെൽറ്റ ടി ആയി. അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു ആരാണ്? എ ഡെൽറ്റ ടി ആണ്. അങ്ങനെ ഡെൽറ്റ ടി ആരാണ്? വി മൈനസ് യു ബൈ എ ആണ്. ഡെൽറ്റ ടി വി മൈനസ് യു ബൈ എ ആണ്. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ ടി പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വി മൈനസ് യു ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നേരത്തെ നമ്മൾ വിക്ക് പകരമാണ് യു പ്ലസ് എ ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതേ ഇക്വേഷനിൽ ഡെൽറ്റ ടി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താവും? യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആരാണ്? വി മൈനസ് യു ബൈ എ. താഴത്തെ ആരുണ്ട്? ബൈ ടു ഉണ്ട്. ഇതെന്താവും?
യു പ്ലസ് വി ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. അറിയോ? അറിയില്ല. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഇവിടെ വി പ്ലസ് യു, ഇവിടെ യു പ്ലസ് വി എന്ന് പറഞ്ഞാലും വി പ്ലസ് യു എന്ന് പറഞ്ഞാൽ സെയിം എന്നല്ലേ? അപ്പൊ ഇവിടെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ആരാണത്? വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ്. അപ്പൊ ഇവിടെ എന്താവും? വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഡിവൈഡ് ബൈ 2a. അതാരാണ്? ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഡെൽറ്റ ടിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടി. ഇവിടെ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 എന്നാണ് പഠിച്ചത്. അപ്പൊ ആ സമയം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയണം, ആക്സിലറേഷൻ അറിയണം, എത്ര സമയമാണ് എടുത്തത്, ഡെൽറ്റ ടി അറിയണം. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടുത്തെ x2 എന്ന് പറയുന്ന സമയത്ത് പൊസിഷനിലുള്ള വെലോസിറ്റി v, ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണ്. ഇങ്ങനെ തന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. ചില പ്രോബ്ലംസ് ഇത് NCERT കൊടുത്തിട്ടില്ല, ചില പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ നമുക്കിത് ഉപയോഗപ്പെടും, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഇക്വേഷൻ പഠിച്ചത് എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി. ഇതൊന്നും യു എന്താക്കാൻ പറ്റും? വി മൈനസ് എ ഡെൽറ്റ ടി. അപ്പോൾ യു ഈസ് ഈക്വൽ വി മൈനസ് എ ഡെൽറ്റ ടി എന്ന് കണ്ടെത്തി. സാർ ഇത് എന്തിനാണ് സാർ കണ്ടെത്തിയത്? ഇത് കണ്ടെത്തിയത് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് യുവിനെ ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ അതിന് വിനെ കുത്തിക്കയറ്റണം. അപ്പോൾ വിനെ കുത്തിക്കയറ്റണമെങ്കിൽ യുവും വിയും തമ്മിലുള്ള ഇക്വേഷൻ കാണണം. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ആരാണ്? വി മൈനസ് എ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ വി മൈനസ് എ ഡെൽറ്റ ടി നമ്മൾ ഇതിനുള്ളിൽ കുത്തിക്കയറ്റും. ഇതിനുള്ളിൽ കുത്തിക്കയറ്റിയ ഇക്വേഷൻ എന്താവും? വിന്റെ ടേംസിലേക്ക് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കും? ഈ ഇക്വേഷന് ഇങ്ങോട്ട് കൊടുക്കാം. ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താവും? യുക്ക് പകരം എന്തായി? വി മൈനസ് എ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അപ്പോൾ എന്താവും? വി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ എന്താവും? വി ഡെൽറ്റ ടി മൈനസ് പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ 2 മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ്. ഒത്തിരിയാവും? മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ്. പെട്ടെന്ന് ഈ തല്ലിപ്പൊളി ഫോണിന്റെ മെമ്മറി ഫുള്ളായി, അതാണ് പെട്ടെന്ന് കട്ടായി പോയത്. ശ്രദ്ധിക്കുക, ഡെൽറ്റ എക്സിസികൾ എന്താവും? വി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 എന്നാകുമ്പോൾ മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 എന്നാകും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക. ഇത് ചില പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ ഉപയോഗപ്രദമാകും. അഞ്ചാമതായിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ പറയുന്നത് ഡെൽറ്റ എക്സ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ എക്സ് nth എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്നാണ്. അതായത് nth സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതെന്താണ് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ എക്സ് nth എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻ n സെക്കൻഡ് മൈനസ് ഡെൽറ്റ എക്സ് ഇൻ n മൈനസ് 1 സെക്കൻഡ്. മനസ്സിലായില്ല? ഒരു ഒബ്ജക്റ്റ് ഒരു 3 സെക്കൻഡിൽ ഇൻ 3 സെക്കൻഡ് ഇത്ര ട്രാവൽ ചെയ്തു, ഇൻ 3 സെക്കൻഡ്. ഇൻ 2 സെക്കൻഡ് ഒരു ഒബ്ജക്റ്റ്, അതേ ഒബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. ഇൻ 3 സെക്കൻഡ് ഒബ്ജക്റ്റ് ഇവിടെ എത്തി, 2 സെക്കൻഡിൽ ഒബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫോർത്ത് സെക്കൻഡ് എത്രയാണ്? ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4 സെക്കൻഡിൽ ഇത്ര, ഇൻ 4 സെക്കൻഡ് ഇത്ര ട്രാവൽ ചെയ്തു, ഇൻ 3 സെക്കൻഡ് ഇത്ര ട്രാവൽ ചെയ്തു വിചാരിക്കാം. ഇൻ 3 സെക്കൻഡ് ഇത്ര ട്രാവൽ ചെയ്തു. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫോർത്ത് സെക്കൻഡ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n മൈനസ് 1 സെക്കൻഡ്. അപ്പോൾ nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ n സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ അതിൽ നിന്ന് നമ്മൾ ഈ 1 സെക്കൻഡ് പിന്നിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം? ഡിസ്പ്ലേസ്മെന്റ് ഇൻ
nth സെക്കൻഡ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഈ പോയിന്റിൽ u ആണ്, ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണ്. n-1 സെക്കൻഡിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയുണ്ട്, n സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്പ്ലേസ്മെന്റിൽ nth സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് ഡിറൈവ് ചെയ്ത് നോക്കാം. എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഡെൽറ്റ ടി സെക്കൻഡ് ആണ് എന്ത്, u ഡെൽറ്റ ടി പ്ലസ് ഹാഫ് a ഡെൽറ്റ ടി സ്ക്വയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് എത്രയായിരിക്കും, u ഡെൽറ്റ ടിക്ക് പകരം n, u n പ്ലസ് a ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. സോ a n സ്ക്വയർഡ് ബൈ 2. ഇതാണ് n സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അതിനുശേഷം മൈനസ് പിന്നെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-1 സെക്കൻഡ്. സോ ഇവിടെ u ഇൻറ്റു n-1 u ഡെൽറ്റ ടി പ്ലസ് ഹാഫ് a ഡെൽറ്റ ടി സ്ക്വയർ, അതായത് n-1 സ്ക്വയർ. ഇതാണ് എന്ത്, ഈ രണ്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് n സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഈ ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാതെ നമുക്ക് എന്ത് പറയാം, u n പ്ലസ് a n സ്ക്വയർഡ് ബൈ 2 മൈനസ് ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, u n മൈനസ് u ആവും അല്ലേ. പിന്നെ എന്താ ഉള്ളത്, പ്ലസ് n-1 ഹോൾ സ്ക്വയർഡ് നമ്മൾ ചെയ്താൽ എന്താ കിട്ടാം, n സ്ക്വയർഡ് പ്ലസ് 1 സ്ക്വയർഡ് മൈനസ് 2n അല്ലേ. n സ്ക്വയർഡ് പ്ലസ് 1 സ്ക്വയർഡ് മൈനസ് 2n ആണ് ഇവിടെ ഉണ്ടാവുക. ഇതൊക്കെ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പറയാൻ പറ്റും ഇത് u n പ്ലസ് a n സ്ക്വയർഡ് ബൈ 2 മൈനസ് ഇവിടെ എന്താ ഉള്ളത്, u n മൈനസ് u പ്ലസ് a n സ്ക്വയർഡ് ബൈ 2 പ്ലസ് a ബൈ 2 മൈനസ് 2n a ബൈ 2. a ബൈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ നമ്മൾ a ബൈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, a n സ്ക്വയർഡ് ബൈ 2 a ബൈ 2 മൈനസ് 2n a ബൈ 2. ഓക്കെ, അതിനുശേഷം നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഇക്വേഷൻ എന്താവും, u n പ്ലസ് a n സ്ക്വയർഡ് ബൈ 2. ഈ സബ്ട്രാക്ഷൻ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ എന്താവും, മൈനസ് un പ്ലസ് u മൈനസ് a n സ്ക്വയർഡ് ബൈ 2 മൈനസ് a ബൈ 2 പ്ലസ് 2na ബൈ 2 2 നും 2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്താവും, പ്ലസ് n a ആവും. ക്ലിയർ ആണ്. ഇനി ഈ un മൈനസ് un പോയി, an സ്ക്വയർഡ് ബൈ 2 മൈനസ് an സ്ക്വയർ ബൈ 2 പോയി. ബാക്കി എന്താ ഉള്ളത്, ഈ u ഉണ്ട് അല്ലേ, u പ്ലസ് na മൈനസ് a ബൈ 2 അല്ലേ, u പ്ലസ് na മൈനസ് a ബൈ 2. അപ്പോൾ ഈ ഇവിടെയുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ ചെയ്തിട്ട് അല്ലേ. ഇവിടെയുള്ള 2na 2 ഒഴിവാക്കുന്നില്ല, കാരണം ഞാൻ ഇപ്പം കാണിച്ചു തരാം. 2 ഒഴിവാക്കുന്നില്ല വിചാരിച്ച്. അപ്പോൾ ഇവിടെ na വരുന്ന ഭാഗത്ത് ഇവിടെ നിന്നുണ്ടാവും 2na ബൈ 2 ഉണ്ടാവും. അപ്പം ഇവിടെയും എന്തുണ്ടാവും, 2na ബൈ 2 ഉണ്ടാവും. എന്തിനാ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ കുറച്ചും കൂടി എളുപ്പമാവും. u പ്ലസ് ഇവിടെ a ബൈ 2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, a ബൈ 2 ഉണ്ട്. a ബൈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പം എന്താവും, a ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. സോ ഇതാണ് എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്താണ്, u പ്ലസ് a ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 2n മൈനസ് 1. അപ്പം ഈ 6 ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. 6 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടും. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആകുമ്പോൾ ആക്സിലറേഷൻ ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ആവും. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇത് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്താണ്. ഇനി ഈ വിക്ക് പകരം മേലെയുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ താഴെയുള്ള എല്ലാ ഇക്വേഷനും കിട്ടും. അതായത് ഇവിടെ യുക്ക് പകരം u ഈസ് ഈക്വൽ ടു v മൈനസ് a ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ താഴെയുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇവിടെയുള്ള വിക്ക് പകരം u പ്ലസ് a ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ താഴെയുള്ള ഇക്വേഷൻ കിട്ടും. പിന്നെ ഡെൽറ്റ ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, v മൈനസ് u ബൈ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴും താഴത്തുള്ള ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷനും ഈ 2 ഇക്വേഷനും കിട്ടും. ഈ 3 ഇക്വേഷൻ 1, 2, 3.
3 ഇക്വേഷനും താഴെയുള്ള ഈ 2 ഇക്വേഷനും കിട്ടും. ഓക്കെ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് nth സെക്കൻഡ് നിങ്ങൾ എന്താ പഠിച്ചാൽ u+a/2 × 2n-1. ഏതെങ്കിലും കാരണവശാൽ ഇത് മറന്നുപോയത് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഇക്വേഷൻ മറന്നുപോയി എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th സെക്കൻഡ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ് കാണാം മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ് കാണാം. അതായത് u ഡെൽറ്റ t പ്ലസ് a ഡെൽറ്റ t സ്ക്വയർ/2 അല്ലേ, അത് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, 3 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതിനും 4 ഡിസ്പ്ലേസ്മെന്റ് 3 ഡിസ്പ്ലേസ്മെന്റ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് 4th സെക്കൻഡ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് നിർബന്ധം ഇല്ല, പക്ഷെ ഇത് പെട്ടെന്ന് ചെയ്യാൻ ഉപയോഗം. അതാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിച്ചത്. ഈ മെല്ലെ മെല്ലെ നമ്മൾ പ്രോബ്ലംസിന്റെ ലെവൽ കൂട്ടി വരും. ഒരു പാർട്ടിക്കിൾ 10 m/s ഈ പോയിന്റ് ഉണ്ടാവുമ്പോൾ അതിന്റെ വെലോസിറ്റി 2 m/s² ആക്സിലറേഷൻ വലത്തോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ 4 സെക്കൻഡ്? 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണ്? അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി കൂടാ ചെയ്യുക കുറയാണോ ചെയ്യുക? ഇവിടെ 10 m/s ആക്സിലറേഷൻ ഇങ്ങോട്ട്, അതായത് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പം ഇവിടുത്തെ വെലോസിറ്റി 10 m/s കൂടാണോ ചെയ്യുക കുറയാണോ ചെയ്യുക? കൂടാ ചെയ്യുക അല്ലേ. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് അല്ലെ, ആക്സിലറേഷൻ ഉണ്ട്, ഇവിടുത്തെ വെലോസിറ്റി 10-നേക്കാളും കൂടുതലായി. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഒന്നാമത്തെ വിധം, നമ്മൾ ഈ ഭാഗം പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, ഇങ്ങോട്ടുള്ള ഭാഗം പോസിറ്റീവായിട്ട് എടുത്തു. ഇങ്ങോട്ടുള്ള ഭാഗം പോസിറ്റീവാക്കി, റൈറ്റ് സൈഡ് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്താവും, നെഗറ്റീവ് ആവും. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ അപ്ലൈ ചെയ്യാണ്, വെലോസിറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. v = u + a ഡെൽറ്റ t. ഇവിടെ അവർ കുറച്ച് കഴിഞ്ഞുള്ള വെലോസിറ്റി ചോദിച്ച്, അതാണ് നമ്മൾ t2 സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v. u എന്ന് പറഞ്ഞത് ഇവിടെയുള്ള വെലോസിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം ഈ v എന്ന് പറയുന്നത് 10 ആക്സിലറേഷൻ എത്താണ്, അത് വലത്തോട്ടാണ്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 10, അത് വലത്തോട്ടാണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് കൊടുത്തത്. ആക്സിലറേഷൻ വലത്തോട്ടാണ്, അത് 2 ആണ്, അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കും. എത്ര സമയം എടുത്തത്? ഇവിടുന്ന് ഇങ്ങോട്ട് ആഫ്റ്റർ 4 സെക്കൻഡ് അല്ലേ പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ള സമയം എത്രയാണ്? 4 സെക്കൻഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 × 4. അപ്പോൾ ഉത്തരം എത്ര കിട്ടാം? 10 + 2 × 4 18 m/s ആണ് കിട്ടിയത്. ഓക്കെ. ഇത് വേറെ വിധത്തിൽ എങ്ങനെ ചെയ്യാം? ഇങ്ങോട്ടുള്ളത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഇങ്ങോട്ടുള്ള നെഗറ്റീവായിട്ട് എടുക്കാനും പറ്റും. ഇങ്ങോട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ്, v = u + a ഡെൽറ്റ t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി v ആണ് നമ്മൾ കാണേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 m/s. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് ഉള്ളത്? വലത്തോട്ടാണ് ഉള്ളത്. ഈ വലത്തോട്ട് എന്താ നമ്മൾ പറഞ്ഞത്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, -10 എന്ന് എഴുതണം. പ്ലസ് a ഡെൽറ്റ t, ആക്സിലറേഷൻ 2 ആണ്, പക്ഷെ അത് എങ്ങോട്ടേക്കാണ്? വലത്തോട്ടാണ്. വലത്തോട്ട് നമ്മൾ എന്താ എടുക്കുന്നത്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, -2 × ടൈം. ടൈം ആഫ്റ്റർ 4 സെക്കൻഡ് ആണ്. ടൈം എപ്പോഴും പോസിറ്റീവാണ് വരിക. അപ്പോൾ ഇവിടെ ×4. അപ്പോൾ ഉത്തരം എത്രയാവും? -10 - 8. ഉത്തരം എത്രയായി? -18 m/s. ഇതിൻ്റെ അർത്ഥം എത്രയാണ്? 18 m/s ടുവാർഡ്സ് റൈറ്റ് അല്ലേ. ഇവിടെ ഈ നെഗറ്റീവിൻ്റെ അർത്ഥം എന്താണ്? വലത്തോട്ടാണെന്നാണ്. അതുകൊണ്ട് ഇവിടെ 18 m/s ടുവാർഡ്സ് റൈറ്റ്. ഇവിടെ എന്താണ്? 18 m/s ടുവാർഡ്സ് റൈറ്റ് തന്നെയാണ്. ഇവിടെ പോസിറ്റീവ് ആയി കിട്ടിയത്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലത്തോട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡയറക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് മൂവ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഇങ്ങനെ മേലോട്ടാണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ മേലോട്ട് പോസിറ്റീവ് എന്ന് വെക്കാം, മേലോട്ട് നെഗറ്റീവ് എന്ന് വെക്കാം. പക്ഷെ നമ്മൾ വെലോസിറ്റി ആക്സിലറേഷനും അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് നമ്മൾ വേണം തീരുമാനിക്കുന്ന ഏത് ഭാഗമാണ് പോസിറ്റീവ്, ഏത് ഭാഗമാണ് നെഗറ്റീവ്. നമ്മൾ മേലോട്ട് പോസിറ്റീവ് എടുത്താൽ താഴോട്ട് എന്താവും? നെഗറ്റീവ് ആവും. വലത്തോട്ട് പോസിറ്റീവ് എടുത്താൽ ഇടത്തോട്ട് എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ. അപ്പോൾ ഏത് പോസിറ്റീവ് ഏത് നെഗറ്റീവാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതുന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ ആക്സിലറേഷൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടൈം ആഫ്റ്റർ വിച്ച് പാർട്ടിക്കിൾ കംസ് ടു റെസ്റ്റ്. പാർട്ടിക്കിൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് റെസ്റ്റിലേക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെ പാർട്ടിക്കിൾ റെസ്റ്റിലേക്ക് വരാം? ഇവിടെ പാർട്ടിക്കിൾ റെസ്റ്റിലേക്ക് വരാനുള്ള കാരണം ഇവിടെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്.
ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാം, ഇതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് അവസാനം എന്താകും, സീറോയിലേക്ക് വരും. വെലോസിറ്റി സീറോ ആവുന്നതാണ് നമ്മൾ എന്തെന്ന് പറയാം, റെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിനെടുത്ത സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒരുവിധം നമ്മൾ എന്ത് പറയും, ഈ ഭാഗത്തേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇവിടുത്തെ വെലോസിറ്റി ആണ് ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ V = U + A ΔT ആണ്. അപ്പോൾ നമ്മൾ പറയും V = ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. കാരണം എന്താണ്, കംസ് ടു റെസ്റ്റ്. ഇവിടെ എത്തുന്ന സമയത്ത് പാർട്ടിക്കിൾ റെസ്റ്റിലേക്ക് വരണം. റെസ്റ്റിലേക്ക് വരുമ്പോൾ ആ പൊസിഷനിലുള്ള വെലോസിറ്റി എത്ര വരാം, 0 ആണ് വരും. ഓക്കെ, അതിനുശേഷം ഇനീഷ്യൽ വെലോസിറ്റി അത് എത്രയാണ്, 10 ആണ്. പ്ലസ് ആക്സിലറേഷൻ ഈ ഭാഗത്തേക്ക് പോസിറ്റീവ്, ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ എത്ര വരിക, -2 ആണ് വരിക. മൾട്ടിപ്ലൈഡ് ബൈ എത്ര സമയം എടുത്തു അതാണ് നമ്മൾ ചോദിച്ചത്, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ ΔT. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ΔT എന്ന് പറയുന്നത് -10 / -2, അതായത് ΔT എത്ര കിട്ടി, 5 സെക്കൻഡ് എന്ന് കിട്ടി. സമയം 5 സെക്കൻഡാണ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗത്തേക്കുള്ള നെഗറ്റീവായിട്ട് എടുത്തെന്ന് വിചാരിച്ചോ, ഈ ഭാഗത്തേക്ക് നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ ആ ഭാഗത്തേക്ക് നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. V = U + A ΔT. ഈ പോയിന്റ് റെസ്റ്റിലേക്ക്, ഈ പോയിന്റിൽ എത്തുമ്പോൾ അത് റെസ്റ്റിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 10 m/s ആണ്. അത് വലത്തോട്ട് നമ്മൾ നെഗറ്റീവ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ -10 പ്ലസ് ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, ഇടത്തോട്ടാണ്. വലത്തോട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇടത്തോട്ട് എന്താവും, പോസിറ്റീവ്. സോ +2 ആണ് വരിക. ഇനി മൾട്ടിപ്ലൈഡ് ബൈ ΔT. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും ΔT എന്ന് പറയുന്നത് 10 / 2 എന്ന് വരും. -10 ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് 10 ആവും, 2 അങ്ങോട്ട് പോകുമ്പോൾ /2 ആവും. അപ്പോൾ ΔT എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, 5 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഭാഗത്ത് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വെലോസിറ്റിയോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനിൽ എന്തെടുക്കണം, നെഗറ്റീവ് ആയിട്ട് വേണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ വിധത്തിലും ചെയ്യാം. ഇതിലെന്താ പറയുന്നത്, ഒബ്ജക്റ്റ് ആദ്യം 10 m/s ഉള്ളത്. ഇനി ആക്സിലറേഷൻ എത്ര പറയുന്നത്, 2 m/s², അതായത് 2 m/s/s 2 m/s/s, അതാണ് 2 m/s² എന്ന് പറയുന്നത്. അതായത് ഓരോ സെക്കൻഡിലും 2 m/s വെലോസിറ്റി കുറയും. അത്രയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡിലും 2 m/s വെലോസിറ്റി കുറയും. അപ്പോൾ ഇവിടെ 10 m/s ഉള്ളത്. അപ്പം ആദ്യം 10 m/s ഉണ്ട്. ഇനി അടുത്ത ഒരു സെക്കൻഡ് ആവുന്ന സമയത്ത് 0 സെക്കൻഡ് ആവുന്ന സമയത്ത് 10 m/s ഉണ്ട്. ഇനി 1 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്താവും, ഓരോ സെക്കൻഡിലും 2 m/s കുറയും. അപ്പോൾ ഇവിടെ എന്താവും, 8 m/s ആവും. 2 സെക്കൻഡ് ആവുന്ന സമയത്ത് എത്രയാവും, 6 m/s ആവും. പിന്നെ 2 m/s കുറഞ്ഞു. 3 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്താവും, 4 m/s ആവും. 4 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്താവും, 2 m/s ആവും. ഇനി 5 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്താവും, 0 m/s ആവും. അതായത് റെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്താ പറയാം, 5 സെക്കൻഡ് എന്ന് കാൽക്കുലേഷൻ ഇല്ലാതെ പറയാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി മുമ്പ് ചെയ്ത പ്രോബ്ലം അല്ലേ, ആ പ്രോബ്ലത്തിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതേ സംഭവം. ഇവിടെ കുറയാണെങ്കിൽ ആ നേരത്തെ ക്വസ്റ്റ്യൻ അത് കൂടാ ചെയ്യും. ഓരോ സെക്കൻഡിലും ആക്സിലറേഷൻ വെലോസിറ്റി കൂടാ ചെയ്യും. കാരണം ആ ക്വസ്റ്റ്യനിലെ ആക്സിലറേഷൻ ഈ ഡയറക്ഷനിലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ 5 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ആരൊക്കെയാണത്, ΔX, V, ΔT, U, A. 5 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് ഏതൊക്കെ നമ്മൾ പഠിച്ചത്, V = U + A ΔT. ഇങ്ങനെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ ആരാ മിസ്സിംഗ് നോക്കാം. അപ്പോൾ ഇവിടെ 1 ആൾ 2 ആൾ 3 ആൾ 4 ആൾ, ഒരാൾ മിസ്സിംഗ് ആണ്. ആരാ മിസ്സിംഗ്, ΔX ആണ് മിസ്സിംഗ്. ഈ ഇക്വേഷൻ നോക്കിയാൽ ഇതിൽ ആരാ മിസ്സിംഗ്, ഒന്ന് ΔX ഉണ്ട്, U ഉണ്ട്, ΔT ഉണ്ട്, A ഉണ്ട്. 4 ആൾക്കാരുണ്ട്. ആരാ ഇല്ലാത്തത്, വെലോസിറ്റി ആണ് ഇല്ലാത്തത്, V മിസ്സിംഗ് ആണ്. അതേപോലെ ഈ ഇക്വേഷനിൽ ആരാ മിസ്സിംഗ്, ΔT മിസ്സിംഗ് ആണ്.
ഈ ഇക്വേഷനിൽ ആരാണ് മിസ്സിങ്? യു ആണ് മിസ്സിങ്. ഡെൽറ്റ എക്സ് ഈ ഇസിക്കൽ യു പ്ലസ് വി ഡെൽറ്റ ടി ബൈ ടു, ഇതിൽ ആക്സലേഷൻ മിസ്സിങ് ആണ്. ഈ മേലെ എഴുതിയ 4 ഇക്വേഷനിലും ആരാണ് കോമൺ? ഈ ആക്സിലറേഷൻ പ്രസന്റ് ആണ്. അപ്പൊ ആക്സിലറേഷൻ ഇല്ലാതെ മിക്കവാറും ചോദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഏത് 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 ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുന്നത്. അപ്പം ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമാകും. അപ്പൊ എല്ലാ ഫസ്റ്റത്തെ 3 കാര്യങ്ങളുണ്ടല്ലോ, ഈ 3 ഇക്വേഷൻ ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ ഈ 3 ആരാണ് മിസ്സിങ് പഠിച്ചാൽ ഡെൽറ്റ എക്സ് വി ഡെൽറ്റ ടി. വി ഫസ്റ്റത്തെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് മിസ്സിങ്, രണ്ടാമത്തെ ഇക്വേഷനിൽ വി മിസ്സിങ് ആണ്, മൂന്നാമത്തെ ഇക്വേഷനിൽ ഡെൽറ്റ ടി മിസ്സിങ് ആണ്. ആ 3 കാര്യം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ആക്സലേഷൻ ഇല്ലാതെ പ്രോബ്ലം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രോബ്ലം നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആക്സലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ ഹൗ മച്ച് ടൈം പാർട്ടിക്കൽ മൊമെന്ററിലി കംസ് ടു റെസ്റ്റ്. കുറച്ച് സമയത്തേക്ക് റെസ്റ്റിലേക്ക് വരുന്നത് എത്ര സമയം എടുത്തിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ടെത്തി? 5 സെക്കൻഡ് ആണ് കണ്ടെത്തി. 5 സെക്കൻഡ് കഴിഞ്ഞാൽ പാർട്ടിക്കളുടെ വെലോസിറ്റി 0 ആവും, അതായത് പാർട്ടിക്കിൾ റെസ്റ്റിലേക്ക് വന്നെന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ടിൽ ദ പാർട്ടിക്കിൾ സ്റ്റോപ്സ് മൊമെന്ററിലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 5 സെക്കൻഡ് എടുത്ത് പാർട്ടിക്കിൾ മുമ്പോട്ട് നീങ്ങി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെയുള്ള വെലോസിറ്റി u 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. അത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്താൻ എത്ര സമയം എടുത്തത്? ഇവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ എത്താനുള്ള സമയം ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഓരോ ഫസ്റ്റത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? വി ഈസിക്കൽ യു പ്ലസ് എ ഡെൽറ്റ ടി മിസ്സിങ്, ഡെൽറ്റ എക്സ് മിസ്സിങ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ് നമുക്ക് പഠിച്ചത്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ 2. ഓക്കെ, ആക്സിലറേഷൻ ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ആക്സിലറേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ വലത്തോട്ട് പോസിറ്റീവായി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ യു എത്രയാണ്? 10 ആണ്. സമയം എത്രയാണ്? ഡെൽറ്റ ടി എത്രയാണ്? 5 ആണ്. പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? 2 ആണ്. പക്ഷേ ഇങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? -2. ഡെൽറ്റ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇതിൽ നിന്ന് സിമ്പിളായി എന്ത് കിട്ടും? 50 മൈനസ് ഇവിടെ ഈ 2 കട്ട് ചെയ്ത് പോയാൽ അത് -1 ആയി അല്ലേ. അപ്പോൾ -25, അതായത് ഇത് എത്രയായി? 25 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് ഒരു മെത്തേഡ്. പക്ഷെ ഡെൽറ്റ എക്സിന്റെ കുറെ ഇക്വേഷൻസ് ഇല്ലേ. അടുത്ത ഇക്വേഷൻ എന്താ? ഡെൽറ്റ എക്സിന്റെ അടുത്ത ഇക്വേഷൻ എന്താ? ഡെൽറ്റ എക്സിന്റെ അടുത്ത ഇക്വേഷൻ ഏതാണ്? വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. അപ്പൊ അതിൽ നിന്ന് ഡെൽറ്റ എക്സ് എന്താന്ന് പറയാൻ പറ്റും? വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഡിവൈഡ് ബൈ 2a. ഇത് ചെയ്താൽ കിട്ടുമോ? കിട്ടണം അല്ലേ. കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വി എത്ര വരാം? ഇവിടെ എത്തുന്ന സമയത്ത് ഇത് റെസ്റ്റിലേക്ക് വന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര വെലോസിറ്റി? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ എന്ത് വരും? 0 സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, -2. ഉത്തരം എത്ര വരും? മൈനസ് കട്ട് ചെയ്ത് പോകും. 100 ഡിവൈഡ് ബൈ 4 എന്നാവും, അതായത് 25 മീറ്റർ എന്നാവും. കഴിഞ്ഞോ? ഇതുള്ളൂ ഇക്വേഷൻ. ഡെൽറ്റ എക്സിലുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. അല്ല, വേറെയുണ്ട് ഇക്വേഷൻസ്. ഏതൊക്കെയാണ് ഇക്വേഷൻ? മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഏതാണ്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ 2. ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയേ. വി എത്രയാണ്? ഇവിടെ എത്തുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ്? 0. റെസ്റ്റിലേക്ക് വരുമ്പോൾ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് 0 ഇൻറ്റു 5 മൈനസ് ആക്സിലറേഷൻ -2 ഇൻറ്റു 5 ബൈ 2, അതായത് എത്രയായി? ഇവിടെ 0 ഇൻറ്റു 5 മൈനസ് 5 സ്ക്വയർഡ് വരും അല്ലേ. 5 സ്ക്വയർഡ് ബൈ 2. അപ്പോൾ ഇവിടെ 2 കട്ട് ചെയ്ത് പോയി, നെഗറ്റീവ് പോസിറ്റീവായി. ഉത്തരത്തിലായി 25 മീറ്റർ എന്നായി. അപ്പോൾ ഇങ്ങനെ ഡെൽറ്റ എക്സിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. കഴിഞ്ഞോ? ഇനി ഡെൽറ്റ എക്സിന്റെ ഏതൊക്കെ ഇക്വേഷൻ ഉണ്ടോ? ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണത്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ 2. ഡെൽറ്റ എക്സ് വരുന്ന കുറേ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ടോട്ടൽ എത്ര ഇക്വേഷനാണ് പഠിച്ചത്?
3 6 ഇക്വേഷനാണ് പഠിച്ചത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് 9th സെക്കൻഡ് ഒഴിവായി കഴിഞ്ഞാൽ 5 ഇക്വേഷൻ ഉണ്ട്. 5 4 നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ യു എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 10 ആണ്. വി 0 ആണ്. സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ 2. സോ ഇത്രയായി 25 മീറ്റർ തന്നെയാണ് ഇവിടെയും കിട്ടുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സാർ ഇത്രയും മെത്തേഡുള്ളൂ, ഇനി ഏതെങ്കിലും മെത്തേഡ് ഉണ്ട്? ഏതാണത്? ഗ്രാഫ് അല്ലേ. ഗ്രാഫിൽ കൂടെ എന്ത് കാണാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റത്തെ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം. പിന്നെ നിങ്ങൾ പറഞ്ഞേ എങ്ങനെയാണ് വെലോസിറ്റി? ആദ്യം വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണുള്ളത്. അവസാന വെലോസിറ്റി എന്തായി? 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ഇവിടെ 0 സെക്കൻഡിൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിചാരിക്കാം. 0 സെക്കൻഡ് ആണോ നിർബന്ധമില്ല, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം, ഇവിടെ ആയിരിക്കണം എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെയുള്ള വെലോസിറ്റി എത്രയായിരിക്കണം? 10 ആയിരിക്കണം. അതിനുശേഷം പാർട്ടിക്കിൾ എന്തായി? വെലോസിറ്റി 0 ആയി. അപ്പോൾ 10ൽ നിന്നും 0യിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ. സോ അതെങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയത്? കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? യൂണിഫോം ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവുന്നതാണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കണം? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള ഏരിയ നോക്കിയാൽ മതി അല്ലേ. ഇനി അവർ ഡെൽറ്റ ടി തന്നിട്ടുണ്ടല്ലോ. എത്ര ഡെൽറ്റ ടി അവർ തന്നത്? 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡെൽറ്റ ടി. ഇനി ഇതിന്റെ ഏരിയ എത്ര വരാം? ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഹാഫ് ഇൻറ്റു എത്രയാണ്? 5 ഇൻറ്റു 10 എത്ര വരും? 10/2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25 മീറ്റർ. ഇതാണ് ആര്? ഡെൽറ്റ എക്സ്. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയിട്ടും നമുക്ക് ഡെൽറ്റ എക്സ് കാണാൻ പറ്റും. ഞാൻ ഈ വ്യത്യസ്തമായുള്ള രീതിയിൽ കണ്ടെത്തിയത് എന്തിനാണ്? ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ കുറേ ഇക്വേഷൻ പഠിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഏത് ഇക്വേഷനാണ് കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഏത് വേണമെങ്കിൽ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വായിച്ചിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് പാർട്ടിക്കിൾ റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. പാർട്ടിക്കിൾ ഇനീഷ്യൽ പൊസിഷനിലേക്ക് റിട്ടേൺ ബാക്ക് ചെയ്യാണ്. ആ സമയത്തുള്ള അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ്? സാർ അതെങ്ങനെയാണ് പാർട്ടിക്കിൾ ഇനീഷ്യൽ പൊസിഷൻ റിട്ടേൺ ബാക്ക് ചെയ്യാം? റിട്ടേൺ ബാക്ക് ചെയ്യാനുള്ള കാരണം നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്സലറേഷൻ ഉണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ പഠിച്ചു ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉള്ളത്, ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി എന്താവും? കുറഞ്ഞ് പോയി ഇങ്ങനെ കുറഞ്ഞ് പോയി ഇവിടെ എത്തുമ്പോൾ അതെന്താവും? 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് വരും. അതിനുശേഷം പാർട്ടിക്കിൾ അവിടെ തന്നെ നിൽക്കുമോ? സ്ഥിരതാമസാക്കുക? അവിടെ ഇല്ല. കാരണം എന്താ? ആക്സിലറേഷൻ, അതായത് ഫോഴ്സ് ഇപ്പോഴും ഇങ്ങോട്ടേക്കാണ് അതിനെ തള്ളുന്നത്. ആക്സിലറേഷൻ ഇങ്ങോട്ടൊക്കെ ഉള്ളത്, ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാണ് തള്ളുന്നത്. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് എന്താവും? ഈ 0 ഇവിടുന്ന് അതിനുശേഷം പാർട്ടിക്കിൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മൂവ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തും. ഇത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. ഞാൻ ഈ ലൈനിന്റെ മേലെ കൂടെ തന്നെ വരയ്ക്കാതെ താഴത്ത് വരയ്ക്കുകയാണ്. പാർട്ടിക്കിൾ ആദ്യം ഇങ്ങോട്ടേക്ക് പോയി, അതിനുശേഷം പാർട്ടിക്കിൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഈ പൊസിഷനിൽ തിരിച്ചെത്തുമ്പോൾ, ഇതേ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താവരുത്? ബേജാറാവരുത്. പകരം ഒന്ന് ആലോചിക്കാം, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച കാര്യം നോക്കുമ്പോൾ ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ ഈ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അതായത് യു എന്ന് പറഞ്ഞ ആള് തന്നിട്ടുണ്ട് ഇല്ലേ? തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ആക്സിലറേഷനും തന്നിട്ടുണ്ട്. പിന്നെ ആരും തന്നിട്ടുണ്ടോ? ആരൊക്കെയുള്ള? ഡെൽറ്റ എക്സ് ഉണ്ട്, വി, യു, ടി, എ. 5 ആൾക്കാരല്ലുള്ളത് അല്ലേ? അപ്പോൾ ഡെൽറ്റ എക്സ് ഇവിടെ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്? അത് റിട്ടേൺസ് ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷൻ. ആദ്യം ഇവിടെ ആയിരുന്നുള്ളത്, ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയി അതിനുശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു, തിരിച്ച് ഇതേ പൊസിഷനിലേക്ക് തന്നെ വന്നു. എന്താ ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആയി. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താവും? 0 ആയി. ആ ഡെൽറ്റ എക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയി തിരിച്ചിങ്ങോട്ട് നിന്ന് ഫൈനൽ ഇവിടെ തന്നെ, ഇനീഷ്യൽ എവിടെയാണ്? ഇവിടെ തന്നെ. ഇനീഷ്യൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി ഇവിടെ തന്നെ എത്തിയില്ലേ? ഫൈനൽ ഇനീഷ്യൽ സെയിം ആയി. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താവും? 0 ആവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് എന്തായി? നമുക്ക് ഡെൽറ്റ എക്സും അറിയാം, ഡെൽറ്റ എക്സ് 0 ആണ്. പിന്നെ ആരാണ് നമുക്ക് വേണ്ടത്? വി ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ വി ആണ് നമുക്ക് കാണേണ്ട ആൾ.
പിന്നെ ആരാ ഇല്ലാത്തത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം അറിയില്ല. നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം, അതെല്ലാം നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ളത് ടോട്ടൽ സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആ സമയം നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കാര്യം നോക്കുമ്പോൾ നമുക്ക് വി ആണ് കണ്ടെത്തേണ്ടത്. ആരാ ഇല്ലാത്തത്? ടൈമാണ് മിസ്സിങ്. അപ്പോൾ ടൈം മിസ്സിങ് ആയ ഏത് ഇക്വേഷനാണ് ഉള്ളത്? നമ്മൾ പഠിച്ചു വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2, വി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a ഡെൽറ്റ എക്സ്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിൽ ഓരോരുത്തരും നിങ്ങൾ പഠിച്ചതിലേക്കാണ് ആരൊക്കെയാണ് മിസ്സിങ്? ഡെൽറ്റ എക്സ് ഇവിടെ മിസ്സിങ്, വി ഇവിടെ മിസ്സിങ്, ഡെൽറ്റ ടി ഇവിടെ മിസ്സിങ് അല്ലേ? ഡെൽറ്റ എക്സ്, വി, ഡെൽറ്റ ടി, യു എ അല്ലേ? ഇപ്പോൾ ഡെൽറ്റ എക്സ് മിസ്സിങ്, വി മിസ്സിങ്, ഡെൽറ്റ ടി മിസ്സിങ്. അപ്പം നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? ടൈം മിസ്സിങ് ആയ ഇക്വേഷൻ ചൂസ് ചെയ്യണം. കാരണം ഇക്വേഷൻ നമ്മളെ ഡാറ്റയിൽ ടൈം തന്നിട്ടില്ല. അപ്പോൾ ടൈം മിസ്സിങ് ആയ ഇക്വേഷൻ ഏതാണ്? ഇതാണ് ടൈം മിസ്സിങ് ആയ ഇക്വേഷൻ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ മിസ്സിങ് ആരാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a ഡെൽറ്റ എക്സ്, അതാണ് ഇക്വേഷൻ. നമുക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, സംഭവം സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ഒരു ഐഡിയ ചെയ്താണ്ട് ഈ പാർട്ടിക്കിൾ returns back to initial position, then delta x will be equal to 0. അതാണ് നമ്മുടെ ഐഡിയ. അതുകൊണ്ട് ഡെൽറ്റ എക്സ് എന്താണ്? 0 ആയി. എങ്ങനെ? ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഡെൽറ്റ എക്സ് 0 ആയി. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താക്കും? ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. ഇത് നിങ്ങൾ എന്താകും? ഓർത്ത് വെക്കണം എപ്പോഴും. തിരിച്ച് അതേ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് 0 ആവും. പിന്നെ ഇത് ആരാണ് മിസ്സിങ്? ടൈമാണ് മിസ്സിങ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ചൂസ് ചെയ്ത് വി ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വി സ്ക്വയർ എഴുതി. യു എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വലത്തോടെ നമ്മൾ പോസിറ്റീവായി എടുക്കുകയാണ്. അതുകൊണ്ട് ഇടത്തോട്ടാണ് ആക്സിലറേഷൻ. അതുകൊണ്ട് നെഗറ്റീവ് -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ദിസ് വിൽ ബി ഈക്വൽ ടു 0. അതായത് വി സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എത്രയായി? 0 ആയി. അതുകൊണ്ട് വി സ്ക്വയർ എത്രയായി? 10 സ്ക്വയർഡ് ആയി. അതിൻ്റെ അർത്ഥം വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ +10 ആയിരിക്കും, അല്ലെങ്കിൽ -10 ആയിരിക്കും. ഏത് നമ്മൾ എടുക്കാം? +10 എടുക്കുമോ -10 എടുക്കുമോ? വി എങ്ങോട്ടാണ് പോകുന്നത്? ഇടത്തോട്ടാണ് പോകുന്നത്. ഇടത്തോട്ട് നമ്മൾ നെഗറ്റീവ് ആയില്ല എടുത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? വി എന്ന് പറയുന്നത് -10 ആയിരിക്കും. ഓക്കെ. കാരണം ഇടത്തോട്ട് നമ്മൾ നെഗറ്റീവായി എടുത്തു. നമുക്കറിയാം ഇത് റിട്ടേൺ ബാക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. ഇങ്ങോട്ടല്ല പോണത്. ഒബ്ജക്റ്റ് ജി ഇങ്ങോട്ടല്ലേ പോണത്, അങ്ങോട്ടൊക്കെയല്ലോ. അതുകൊണ്ട് ഇത് ഈ ഭാഗം എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് വി എന്താക്കി? നമ്മൾ -10 എന്ന് നമ്മൾ ചൂസ് ചെയ്തു. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ട് ഡെൽറ്റ എക്സ് ഇസ് യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ 2. ഇനീഷ്യൽ ഡെൽറ്റ എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 ആവും. യു അവർ 10 തന്നിട്ടുണ്ട്. അപ്പോൾ 0 is 10 plus v into delta t by 2 എന്നാവും. അപ്പോൾ ഈ ടൈം ടേക്കൺ എന്തായാലും 0 ആവില്ല. അപ്പോൾ ഇവിടെ ആരായിരിക്കണം? 0. 10 plus v by 2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എന്നാലേ 0 into delta t 0 ആവുള്ളൂ. അപ്പോൾ ഈ സംഭവം 0 ആവണമെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള ആൾ 0 ആവണം. 0 by 2 0 ആവുള്ളൂ. അതുകൊണ്ട് ഈ v എന്ന് പറയുന്നത് എന്തായിരിക്കണം? -10 ആയിരിക്കണം. -10 plus 10 0 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ v എന്തായിരിക്കണം? -10 ആയിരിക്കണം. ഇങ്ങനെയും നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം കാണിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പാർട്ടിക്കിൾ ടു റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്താനുള്ള സമയം എത്രയാണ്? അപ്പോൾ പാർട്ടിക്കിൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുകയാണ്. ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പാർട്ടിക്കിൾ ഇങ്ങനെ പോയി ഒരു റെസ്റ്റിലേക്ക് വന്നു. അതിനുശേഷം പാർട്ടിക്കിൾ എന്ത് ചെയ്തു? തിരിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ആ തിരിച്ച് വരാനുള്ളത് ഞാനിങ്ങനെ വെക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈനിലാണ് തിരിച്ച് വരുന്നത്. തിരിച്ച് വന്ന് തിരിച്ച് ഇവിടത്തിനെത്തി. സ്ട്രീറ്റ് നേരെ പോയി ബാക്കോട്ടാണ് വരുന്നത്. ഞാനിങ്ങനെ വളച്ച് വരക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബാക്കോട്ട് വരികയാണ്. ഈ വരുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള വെലോസിറ്റി നമ്മൾ കണ്ടെത്തി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. -10 ആണ്. -10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ലെഫ്റ്റിലേക്ക്. അതാണ് ആരോ വരച്ച് 10 മീറ്റർ പെർ സെക്കൻഡ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം എത്രയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനുള്ള സമയത്തിനാണ്. ഇവിടെ 0 സെക്കൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്താനുള്ള സമയത്തിനാണ്
5 സെക്കൻഡ് ആണ്. ഇങ്ങോട്ട് എത്താനുള്ള സമയം 5 സെക്കൻഡ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഇവിടുന്ന് ടോട്ടൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര സമയം എടുക്കാന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞൂടെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സമയത്തിലാണ് നമുക്ക് കാണാം. അതും ഈ +5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സമയത്തിലാണ് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. ഈ 5 സെക്കൻഡിൽ എത്തുന്ന സമയത്ത് ഒബ്ജക്റ്റ് എന്തായി? റെസ്റ്റിലായി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താനുള്ള സമയത്തിലാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് v = u + a Δt അപ്ലൈ ചെയ്ത് നോക്കാം. ഈ v എത്രയാണ് നമുക്കറിയാം? -10. u എത്രയാണ്? 0 പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? -2 ഇൻറ്റു ടൈം എത്രയാണ്? അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം എത്രയാണെന്ന് പറയാൻ പറ്റും. Δt will be equal to -10 divided by -2. അതായത് Δt എത്രയാവും? 5 സെക്കൻഡ് ആവും. 5 സെക്കൻഡ് ആണ് സമയം. അപ്പോൾ ടോട്ടൽ സമയത്തിൽ എത്ര സമയം റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ? സമയത്തിനെടുത്ത് 5 + 5 = 10 സെക്കൻഡ്. 10 സെക്കൻഡ് എടുത്തിട്ടാണ് ഒബ്ജക്റ്റ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 സെക്കൻഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 സെക്കൻഡ്. ഓക്കെ, ഇവിടെ 10 മീറ്റർ/സെക്കൻഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റാവുന്നതല്ല. വേറെ ഇക്വേഷൻ ഏതാ? ടൈം വരുന്ന ഇക്വേഷൻ വേറെ ഏതാ ഉള്ളത്? Δx = u Δt + a Δt²/2. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇതേ പൊസിഷനിലേക്ക് എത്തി. Δx എത്രയായി? 0 ആയി. 0 will be equal to u എത്രയാണ്? 10 Δt പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? -2 ഇൻറ്റു Δt² ഡിവൈഡ് ബൈ t. സോ ഇവിടെ എന്താവും? 0 will be equal to 10 Δt മൈനസ് Δt². അതായത് Δt² എന്ന് പറഞ്ഞാൽ എന്തായി? 10 Δt കിട്ടി. അതായത് Δt എന്താവും? 10 സെക്കൻഡ് കിട്ടും. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി വേറെ ഏത് മെത്തേഡുള്ളത്? ടൈം വരുന്ന വേറെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ടൈം വരുന്ന മൂന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? v² - u² = 2a Δx ഉപയോഗിക്കാൻ പറ്റുമോ? v² - u² = 2a Δx ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താ? അതിൽ ടൈം ഇല്ല. ടൈമല്ലേ കാണണ്ടേ? കാണേണ്ട ആൾ ഇക്വേഷൻ ഇല്ല, പിന്നെ എങ്ങനെ കാണും? ഈ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ ഏതാ പഠിച്ചത്? Δx = v Δt - a Δt²/2. ഇവിടെയുള്ള വെലോസിറ്റി Δx എന്താവും? 0 ആവും. കാരണം ഇനീഷ്യലും ഫൈനലും സെയിം ആണ്. v എത്രയാണ്? -10 ആണ്. സോ -10 Δt മൈനസ് -2 Δt²/2. അതായത് ഇവിടെ 10 Δt will be equal to നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയി 2/2 1 ആയി. ബാക്കിയുള്ളത് Δt². അതായത് Δt എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. പിന്നെയും കിട്ടി. ഇനി വേറെ ഏതാണുള്ളത്? Δx ഇക്വേഷൻ വരുന്നത് എത്ര ഇക്വേഷനായി? 1 2 3 4. ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ. ഏതാണത്? Δx will be equal to u + v into Δt divided by 2. Δx എത്രയാവും? 0 ആവും. u എത്രയാണ്? 10 ആണ്. പ്ലസ് v എത്രയാണ്? -10 ആണ്. Δt divided by 2. ഇത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ബാക്കിയുള്ള മെത്തേഡ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ എന്താ കാണാൻ പറ്റാത്തത്? ഇവിടെ 0 = 0 ഇൻറ്റു Δt എന്നായി. ഇത് വെച്ച് കാണാൻ കഴിയില്ലല്ലോ. Δt എത്ര നമുക്ക് കാണാൻ കഴിയില്ല. 0 = 0 ഇൻറ്റു Δt. 0 = 0. എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ബൈ പാർട്ടിക്കിൾ വെൻ ഇറ്റ് റീച്ചസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ Δxന്റെ വാല്യൂ 25 മീറ്റർ ആണ് കണ്ടത്. എന്താണ് 25 മീറ്റർ എന്ന് പറഞ്ഞത്? ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം. പിന്നെ അതിനുശേഷം പാർട്ടിക്കിൾ എന്താ ചെയ്തത്? ഇവിടെ നിന്നും ഇങ്ങോട്ട് തിരിച്ചു പോയി. അപ്പം ഇതും 25 ഇതും 25. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 കൂടി ആഡ് ചെയ്താൽ മതി. 25 + 25 എത്രയായി? 50 മീറ്റർ ആവും. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് കാരണം ഇനീഷ്യലും ഫൈനലും സെയിം ആയതാണ്. ഡിസ്റ്റൻസ് 0 ആവില്ല. കാരണം ഡിസ്റ്റൻസ് ആദ്യം 25 മീറ്റർ വലത്തോട്ട്, ഇനി ആഴ്ച 25 മീറ്റർ ഇടത്തോട്ട്. ഡിസ്റ്റൻസ് നെഗറ്റീവായിട്ട് കണക്കാക്കില്ല. അപ്പോൾ 25 മീറ്റർ + 25 അത്രയായി 50 മീറ്റർ എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ y ആക്സിസിൽ ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. മാത്രമല്ല അതിന്റെ വാല്യൂ എത്ര? 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ
1 എന്ന് നിൽക്കുകയാണ്, ഇവിടെ 2, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ 1, അങ്ങനെ മേലോട്ടും പോകുന്നുണ്ട്. ഇങ്ങനെ -3 ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആക്സിലറേഷൻ 2 m/s² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, ഇവിടെ 2 m/s, അതായത് 2 m/s² ഇടത്തോട്ടായതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവായി എടുക്കുന്നത്. എല്ലാ സമയം ഈ സമയമാകുമ്പോൾ സമയത്ത് ആക്സിലറേഷൻ എത്രയാണ് -2, ഇവിടെ സമയമാകുമ്പോൾ എത്രയാണ് -2, ഇവിടെ സമയമാകുമ്പോൾ എത്രയാണ് -2. ഇവിടെ ഇങ്ങോട്ടുള്ള ഈ ഗ്രാഫ് എങ്ങനെ വരും, സ്ട്രെയിറ്റ് ഹോറിസോണ്ടൽ ലൈൻ വരും. യൂണിഫോം ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും സെയിം ആണ്. ഓക്കെ, എത്ര സമയം എടുത്തു? അതിന് 5 സെക്കൻഡ് ആണ് അല്ലേ. എന്താ പറയുന്നത്, ഡ്രോ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ എത്ര സമയം എടുത്ത് ടോട്ടൽ ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കുന്ന സമയത്ത് ആക്സിലറേഷൻ 10 സെക്കൻഡ് എടുത്ത് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 സെക്കൻഡ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 5 സെക്കൻഡ്, ടോട്ടൽ സമയം 10 സെക്കൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടോട്ടൽ എടുത്തത് 10 സെക്കൻഡ് ആണ്. ടോട്ടൽ മോഷൻ 10 സെക്കൻഡ് എടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ സിമ്പിളായി ഞാൻ ΔV എന്ന് എഴുതാം. ΔV വിൽ ബി ഈക്വൽ ടു എത്രയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 10 ഇൻറ്റു -2, 10 മൾട്ടിപ്ലൈ ചെയ്ത് -2 -20. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ആ ഒരു ക്വസ്റ്റ്യനെ തുടങ്ങുമ്പോഴേ തന്നിട്ടുണ്ട് 10 ആണ്. സോ V - 10 ഈസ് ഈക്വൽ ടു -20 എന്ന് പറയാൻ പറ്റും. അതായത് V ഈസ് നമുക്ക് എന്താ പറയാൻ പറ്റും, -20 + 10, -20 + 10, അതായത് V എത്ര വരും, -10 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കണം നിർബന്ധമില്ല, പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഗ്രാഫ് വരച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് എന്തറിയണം, സമയം, ടോട്ടൽ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. സോ പാർട്ടിക്കിൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി 10 m/s ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പറയാം 10 m/s സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി കുറഞ്ഞ് പോയി 0യിലേക്ക് വന്നു. വെലോസിറ്റി കുറഞ്ഞ് 0യിലേക്ക് വന്നു അല്ലേ. ആക്സിലറേഷൻ ഈ ഡയറക്ഷനിലാണ്, വെലോസിറ്റി കുറഞ്ഞ് 0യിലേക്ക് വന്നു. അതിനുശേഷം വെലോസിറ്റി എന്തായി, വെലോസിറ്റി 0 ആയി കഴിഞ്ഞ ശേഷം പിന്നെ ഒബ്ജക്റ്റ് ഇടത്തോട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതായത് വെലോസിറ്റി നെഗറ്റീവായി ഇടത്തോട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നെഗറ്റീവ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവാണ് വെലോസിറ്റി, പക്ഷെ ഇങ്ങോട്ടേക്കാണ് വെലോസിറ്റി ഇങ്ങോട്ടേക്ക്. പിന്നെ അതിനുശേഷം ഫോഴ്സ് ഇങ്ങോട്ടുള്ളതുകൊണ്ട് വെലോസിറ്റി കൂടി അവസാനം ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ എത്രയാവും, 10 m/s തന്നെ ആവും. അതായത് ഇവിടുന്ന് വെലോസിറ്റി കുറഞ്ഞ് പോയി ഇവിടെ എത്തുമ്പോൾ 10 ആവും. പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -10 വരും. അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇവിടെയാണ് 10 എന്ന് വിചാരിക്കുക. അപ്പം നമുക്കിവിടെ -10 എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം എത്രയാണ്, അതാണ് നമ്മൾ നേരത്തെ കണ്ട 10 സെക്കൻഡ്. ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത ടോട്ടൽ സമയം 10 സെക്കൻഡാണ്. 10 സെക്കൻഡാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ കിട്ടാം, ഡിസ്പ്ലേസ്മെന്റ് കിട്ടാം. അപ്പം നമുക്ക് ഇതിൻ്റെ താഴെ ഏരിയ എത്രയാണ് നോക്കാം. ഇതിൻ്റെ താഴെ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ടോട്ടൽ മോഷൻ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 0 ആണ്. ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരണം, 0 വരും. 0 വരുമോ നോക്കാം. അപ്പം നമുക്കറിയാം ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്, 5 സെക്കൻഡാണ്. അതേപോലെ ഇവിടെ മുതൽ ഇവിടെ വരെയും എത്രയാണ്, 5 സെക്കൻഡാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും, 10 × 5 × 1/2, അതായത് ഇത് 25 എന്ന് വന്നു. ഇനി ഇവിടെ -10 × -10 × 5 × 1/2, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇവിടെ എത്ര വരും, -25 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാവും, 25 + -25, അതായത് എത്ര വരും, 0 എന്ന് വരും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങും ഫൈനലും സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റ് 0. ആ സംബന്ധം നമ്മളിവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. 8ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് സ്പീഡ്, ഇവിടെ ടൈം. സ്പീഡ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവും? ഇല്ല, സ്പീഡ് എപ്പോഴും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആണല്ലേ. എപ്പോഴാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആകുമ്പോൾ സ്പീഡ് എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ വരെ സ്പീഡ് 10 ആണ്. അതിനുശേഷം സ്പീഡ് എന്താവും? സ്പീഡ് ഈ വെലോസിറ്റി നെഗറ്റീവ് ആവും, പക്ഷെ സ്പീഡ് നെഗറ്റീവ് ആവില്ല. സ്പീഡ് എന്താവും? അതിന് നേരെ ഉൾട്ടെടുക്കും. ഇവിടെ ഇങ്ങനെയാണ് പോകണമെങ്കിൽ അത് നേരെ ഇങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് എടുത്താൽ എന്താവും? നേരെ ഇങ്ങനെയാവും. ഇവിടെ 10ലേക്ക് വരും. ഇനി ഈ ടോട്ടൽ സമയം എത്ര വരാൻ? 10 സെക്കൻഡ്. 10 സെക്കൻഡ്. ഇനി ഇതിന്റെ അടിയിലുള്ള ഏരിയ എടുത്താൽ എന്താ കാണാം? ഇവിടെ 25 വരും, 25 മീറ്റർ വരും. ഇതെന്ത് വരും? 25 മീറ്റർ വരും. 25 മീറ്റർ ചെയ്ത് നോക്കി കാണാൻ പറ്റും. അതാണ് ഡിസ്റ്റൻസ് വരാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫാണ്. അത് എത്രയാണ്? 25 + 25. അത് എത്രയാണ്? 50 മീറ്റർ. ഓക്കെ, നേരത്തെ കണ്ടെത്തിയ കാര്യം തന്നെയാണ്. ഗ്രാഫിൽ കൂടെ ഒന്നുകൂടി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് എന്തിനാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം ഇതൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ, ഇക്വേഷൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ മൊത്തം ചെയ്തത്. നമുക്ക് മെല്ലെ മെല്ലെ ഹയർ ലെവലിലേക്ക് പോകാം. നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാം, അറ്റൻറ്റീവായിട്ട് ഇരിക്കാം. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ് ഉണ്ട്. എയിലുള്ള വെലോസിറ്റി യു ആണ്, ബിയിലുള്ള വെലോസിറ്റി എക്സ് ആണ്, സിയിലുള്ള വെലോസിറ്റി എന്താണ്? വി ആണ്. ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി. എക്സ് യുവിന്റെയും വിന്റെയും ടേമിൽ കണ്ടെത്താം. അതായത് എക്സ് ഈസിക്കൽ യു പ്ലസ് വി, എക്സ് ഈസിക്കൽ യു മൈനസ് വി, അല്ലെങ്കിൽ എക്സ് ഈസിക്കൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അങ്ങനെ എക്സിന്റെ ഇക്വേഷൻ യുവിന്റെ വിന്റെ ടേംസിലായിരിക്കണം വരേണ്ടത്. ഇനി അതിനുശേഷം പിന്നെന്താ തന്നിരിക്കുന്നത്? ഗിവൺ ബി ഇസ് ദ മിഡ് പോയിന്റ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിഡ് പോയിന്റിലുള്ള വെലോസിറ്റി എന്താണെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ നേരത്തെ ഒക്കെ ബി സിയിൽ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണ്. ഇതെന്താണ്? ഡയറക്റ്റ് ഇക്വേഷൻ അല്ല, വേറെ എന്തോടെ തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചതെന്ന് പോലും മനസ്സിലാവാതെ നമ്മൾ സ്റ്റെക്കായി നിൽക്കും. ആ സമയം നമ്മൾ എന്ത് നോക്കണം? ഇവിടെ എന്ത് കണ്ടീഷനാണ് തന്നിരിക്കുന്നത് നോക്കണം. മിക്ക ക്വസ്റ്റ്യനിലും ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും, നീറ്റിൽ വരുന്ന ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാകും. ഇവിടെ തന്ന കണ്ടീഷൻ എന്താണ്? ഗിവൺ ബി ഇസ് ദ മിഡ് പോയിന്റ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരുമോ? നമുക്കൊരു ഐഡിയ, ബൾബ് കത്തണം. ഇവിടെ ഒരു ബൾബ് കത്തണം, ഗ്ലോ ചെയ്യണം, ലൈറ്റ് കത്തണം. എന്താണ് ആ ബൾബ് കത്തേണ്ടത്? ഇത് മിഡ് പോയിന്റ് ബി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് എ ബി ഷുഡ് ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബി സി. ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കണം. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റും ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കണം. കാരണം എന്താണ്? ബി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് കിട്ടിയിട്ട് നമുക്ക് ആലോചിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡെൽറ്റ എക്സ് എ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബി സി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ട്രെയിനാണ്. ഇനി ഡെൽറ്റ എക്സ് വെച്ചുള്ള ഏതൊക്കെ ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കണം. ഡെൽറ്റ എക്സ് വെച്ചുള്ള ഫസ്റ്റത്തെ ഇക്വേഷൻ ഇതാണ്, യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. പക്ഷേ സാർ ഇവിടെ ടൈം വന്നിട്ടുണ്ടോ? ആ ഇക്വേഷന് ടൈം ഉണ്ട്. ഇവിടെ ടൈം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ടൈം ഇല്ലാത്ത ഡെൽറ്റ എക്സ് ഇക്വേഷൻ ഏതാണ്? ടൈം ഇല്ലാത്ത ഡെൽറ്റ എക്സ് ഇക്വേഷൻ ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഡെൽറ്റ എക്സ് മിസ്സിംഗ്, രണ്ടാമത്തെ ഇക്വേഷനിൽ ഡെൽറ്റ എക്സ് ബി മിസ്സിംഗ് അല്ലെ, രണ്ടാമത്തെ ഇക്വേഷനിൽ ബി മിസ്സിംഗ്, മൂന്നാമത്തെ ഇക്വേഷനിൽ ഡെൽറ്റ ടി മിസ്സിംഗ്. ആരാണ് മൂന്നാമത്തെ ഇക്വേഷൻ? ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. അതിൽ നിന്ന് ഡെൽറ്റ എക്സ് നമുക്ക് എന്താണ് പറയാൻ പറ്റും? ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a. നല്ല വൈബിളുള്ള ക്ലാസ്സിലെ കൂടുതലും കുട്ടികളും എന്തൊക്കെ പറയണം, ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശരിക്കുള്ള ക്ലാസ് അല്ലേ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് മനസ്സിലാവും ആ കാര്യമൊക്കെ. ഓക്കെ, ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ ഇക്വേഷനിലുള്ള കാര്യങ്ങൾ? ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? ഇവിടെയുള്ള വെലോസിറ്റി യു, ഇവിടെയുള്ള വെലോസിറ്റി ബി, അങ്ങനെയാണ്. ഇങ്ങോട്ട് ആക്സിലറേഷൻ എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ആണെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്താ പറയാ? ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഇതേ സംഭവം അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താക്കാം? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a എന്ന് എഴുതാം. ഇവിടെ ബി സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 into a.
ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്, ഇത് മോഷന് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 2a എന്ന് വന്നു, ഈസ് ഈക്വൽ ടു, ഇനി എന്താ വരാം, ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം, ബി സ്ക്വയർഡ് മൈനസ്, ഇവിടെ യു ആരാണ്, എക്സ് ആണ്, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2a. അപ്പൊ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ ശ്രദ്ധിക്കാം. എടാ നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുക്കും, ഇവിടെയുള്ള വെലോസിറ്റി യു, ഇവിടെയുള്ള വെലോസിറ്റി വി, ഇത് രണ്ടിനും ഇടയിലുള്ള കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് എടുക്കും. ഇവിടെയുള്ള വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇവിടെയുള്ള വെലോസിറ്റി സ്ക്വയർ ഡിവൈഡ് ബൈ 2a, അതാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ എടുത്തപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി ആണ് എക്സ്, ഇവിടെയുള്ള വെലോസിറ്റി ആണ് യു. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ വി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ പഠിച്ചു വെക്കും ഫസ്റ്റ് ഉള്ളതാണ് യു, അപ്പൊ അപ്പോൾ ഇതേ യു ആവുള്ളൂ, ഇത് യു ആവൂല, അങ്ങനെ പഠിക്കരുത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇത് പഠിച്ചു വെച്ചതെന്ന് ആലോചിക്കണം. നമ്മൾ എങ്ങനെ പഠിച്ചത്, ഏതെങ്കിലും ഒരു പോയിന്റ് യു, അടുത്ത പോയിന്റ് വി ആണെങ്കിൽ ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് 2a ഡെൽറ്റ എക്സ്, അങ്ങനെ നമ്മൾ പഠിച്ചത്. അപ്പൊ ആ കാര്യം അറിഞ്ഞാൽ ഇത് സിമ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ഫസ്റ്റ് തന്നെ വെലോസിറ്റി അങ്ങനെയൊന്നല്ല. യു എന്ന് പറഞ്ഞത് നമ്മൾ എടുക്കുന്ന ഒരു T1 സെക്കൻഡിലുള്ള വെലോസിറ്റി യു, അതിനുശേഷം വരുന്ന T2 സെക്കൻഡിലുള്ള വെലോസിറ്റി വി, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ആദ്യത്തെ ഇക്വേഷനിൽ ഇത് യു ആവും, രണ്ടാമത്തെ ഇക്വേഷനിൽ ഇത് യു ആവും. ഓക്കെ, അപ്പൊ ഇത് കാരണം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ വി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഈ മൈനസ് യു സ്ക്വയർ അങ്ങോട്ട് എടുക്കാം, മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താവും, 2x സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർഡ് പ്ലസ് യു സ്ക്വയർ എന്നാവും. ഇനി എക്സ് സ്ക്വയർഡ് എന്താവും, എക്സ് എന്താവും, ഞാൻ എക്സ് ഡയറക്റ്റ് ചെയ്താണ്, ഈ 2 എന്താവും അങ്ങോട്ട് പോകും. അപ്പൊ എന്തായി, വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ബൈ 2 ആവും. ഇനി സ്ക്വയർ പോകുമ്പോൾ ഇവിടെ എന്താവും, റൂട്ട് വരും. അപ്പൊ എക്സ് എന്താവും, വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2, അതിന്റെ ഹോൾ റൂട്ട്. ഓക്കെ, ഇതാണ് എക്സ്. ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമുണ്ടോ, പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. നടുവിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആകുമ്പോൾ എന്താ പറയുക, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ബൈ 2, അതിന്റെ ടോട്ടൽ റൂട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റ് നേരത്തെ മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെയാണ്. ഇവിടെ യു മീറ്റർ പെർ സെക്കൻഡ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് ഇങ്ങനെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്താവും, ഒരു പോയിന്റ് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡിൽ എത്തും. അതിനുശേഷം ആക്സിലറേഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഒബ്ജക്റ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ, ഇവിടെ വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയി കഴിഞ്ഞാൽ എന്താവും, 2a ഇൻറ്റു 0 ആവും. അതായത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എത്രയാവും, 0 ആവും. അതായത് വി സ്ക്വയർഡ് എന്താണ്, യു സ്ക്വയർഡ് ആണ്. അതായത് വി എന്താവും, മൈനസ് യു ആവും. പ്ലസ് ഓർ മൈനസ് യു ആണ് വരാം, പക്ഷെ ശരിക്കും ഇവിടെ എന്താവും, മൈനസ് യു ആവും. കാരണം എന്താണ്, ഇവിടെ വെലോസിറ്റി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഇവിടെ വി എന്താവും, മൈനസ് യു ആവും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കണം. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്, അതിന്റെ വെലോസിറ്റി ഒരു 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ ആക്സിലറേഷൻ ഇങ്ങോട്ട് ഒരു 10 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ കാക്കത്തൊള്ളായിരമോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എത്രയാണ്, ഇങ്ങനെ പോയ വണ്ടി നേരെ ഇവിടെ തിരിച്ച് ഇങ്ങനെ വരും, കാരണം ഇങ്ങോട്ടൊക്കെ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെയുള്ള വെലോസിറ്റി എത്ര വരാം, 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എന്താവും, 100 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ 1000 ആണ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും, 1000 മീറ്റർ പെർ സെക്കൻഡ് ഇടത്തോട്ടായിരിക്കും. അപ്പൊ ആ കാര്യം ആലോചിച്ചെടുക്കാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യങ്ങൾക്ക് സഹായകരമാകും. അപ്പൊ അതൊക്കെ ഒന്ന് ഈ ചിത്രമൊക്കെ വെച്ചിട്ട്, ചിത്രം വെച്ച് എന്താക്കിയാൽ മതി, ഷോർട്ട് നോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിത്രം വെച്ചിട്ട് ജീൻ ചെയ്യും. ഇവിടെ യു പോയാൽ ഇങ്ങോട്ടേക്ക് മൈനസ് യുവിൽ തിരിച്ചു വരും എന്ന് എഴുതി വരച്ച് വെച്ചാൽ. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ പാർട്ട് 1ഉം പാർട്ട് 2 ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് പാർട്ട് 1 ആണ്, ഇതുവരെ പഠിപ്പിച്ചതെല്ലാം. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ തന്നെ കൊള്ളുമെന്ന്, പക്ഷേ തിയറിയും ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ 2 വീഡിയോ ആവുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളിത് കാണുമ്പോൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം, ടൈം സ്റ്റാമ്പ് ഉപയോഗിച്ച് കാണാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, കിട്ടും, മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വരുത്തണം, ഓക്കെ ഇത് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് എന്തായാലും നീറ്റ് നല്ല മാർക്ക് എന്തായാലും കിട്ടും, ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കാൻ കഴിയില്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്കിലുള്ള ആ ഉറപ്പ് വരുത്തുന്നതുകൊണ്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചതെല്ലാം പാർട്ട് 1 ആണ്. ഇപ്പോൾ യൂട്യൂബിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ അപ്ലോഡ് ചെയ്യാം, സ്പീഡിൽ ക്ലാസ് കാണാൻ പറ്റും, ചിലത് സ്കിപ്പ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. സ്പീഡിൽ കാണുന്നതും സ്കിപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. അടുത്ത പാർട്ട് 2 ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.